നമസ്കാരം സാർ. നമസ്കാരം. കേരള കലാമണ്ഡലം മലയാളത്തിൻ്റെ അഭിമാന സ്ഥാപനമാണ്. മഹാകവി വള്ളത്തോൾ ലോകത്തിന് തന്നെ മാതൃകയായി നിർമ്മിച്ചൊരു സ്ഥാപനമാണ്. അതിൻ്റെ കീർത്തി ലോകമെങ്ങും പരന്നിട്ടുണ്ട്. അതിൻ്റെ മക്കളായ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങളായ കലാകാരന്മാർ ധാരാളമുണ്ട്. ലോകം മുഴുവനും കീർത്തി പരത്തുന്നുണ്ട്. പക്ഷേ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് കലാമണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത അങ്ങേയറ്റം കേരളത്തിനും ലോകത്തിൽ ഈ കലാസ്നേഹികൾക്കാകെയും അപമാനം വരുത്തി വെക്കുന്നൊരു വാർത്തയാണ്. പിടിപ്പുകേടുകൊണ്ട്, ഒരുപക്ഷെ മിസ്മാനേജ്മെൻറ്റും ഉണ്ട്, ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ നോട്ടക്കുറവുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഭരണ സംവിധാനത്തിൽ വരുത്തിയ അനഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടോ വന്നിരിക്കുന്ന വാർത്ത ഇതാണ്. 100 ജീവനക്കാരെയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഈ കഴിഞ്ഞ 100-ലേറെയുണ്ട്. 100-ലേറെ ജീവനക്കാരെ ഒറ്റ ദിവസം കൊണ്ട് ഒരേ സമയത്ത് പിരിച്ചുവിടുകയാണ്. പണ്ട് കോർപ്പറേഷനെ കുറിച്ചൊക്കെയാണ് ഈ ആരോപണം ഉന്നയിക്കുക. കേരള കലാമണ്ഡലം പോലെ കേരള സർക്കാരിൻ്റെ ഒരു കലാസ്ഥാപനത്തിൽ നിന്ന് അതുവരെ ആ കലയെ ഉപാസിച്ച് ആ സ്ഥാപനത്തെ സേവിച്ച് ജീവിച്ചിരുന്ന 100-ലേറെ ജീവനക്കാർ ഒരേ സമയത്ത് പട്ടിണിയിലേക്ക് പോവുകയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല. അതിൻ്റെ ഈ അപമാനത്തിൻ്റെ ഭാരം കൂട്ടുന്നത്, അതിൻ്റെ തലപ്പത്ത് ഇപ്പോൾ നിർഭാഗ്യവശാൽ ഇരിക്കുന്നത് കേരളത്തിൻ്റെ സംഭാവനയായ ലോകത്തിലേക്ക് ഇന്ത്യ സംഭാവന ചെയ്ത മികച്ച നർത്തകിയായ മല്ലിക സാരാഭായി കൂടിയാണ് എന്നതാണ് ഒരുപക്ഷെ അതിൻ്റെ ഈ ഒരു അപമാനത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നത്. സാറ് മറ്റൊരു വൈസ് ചാൻസലറായിരുന്ന ഒരാളെന്ന നിലയിൽ കേരള കലാമണ്ഡലത്തെ സ്നേഹിക്കുകയും അതിൻ്റെ കൂടെ നിൽക്കുകയും സഞ്ചരിക്കുകയൊക്കെ ചെയ്ത ഒരു കലാസ്വാദകൻ എന്ന നിലയിൽ സർവോപരി ഭാരതീയ തത്വശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനം വെച്ച് അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? എനിക്ക് മറ്റൊരു അവകാശവും കൂടിയുണ്ട് അതിനകത്ത്. 3 വർഷക്കാലം കേരള കലാമണ്ഡലത്തിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടിരുന്ന വൈസ് ചാൻസലറാണ് ഞാൻ. അന്ന് ഡിഗ്രി കൊടുക്കുന്നത് ശങ്കരാചാര്യ സർവകലാശാല എന്നായിരുന്നു, കലാമണ്ഡലത്തിലെ കുട്ടികൾക്ക്. അത് ഞാനായിരുന്നു. അതൊരു ഇൻഫർമേഷനാണ്, പ്രേക്ഷകർ അറിയട്ടെ തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ചരിത്രം കൂടി സാറിൻ്റെ പ്രൊഫൈലിലുണ്ട്. എനിക്ക് വള്ളത്തോളിൻ്റെ ഏറ്റവും മഹത്തായ കാവ്യമാണ് കലാമണ്ഡലം. മനോഹരമായൊരു പ്രയോഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ കുമാരനാശാനുമായിട്ടൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് വള്ളത്തോൾ അത്ര വലിയൊരു കവിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വള്ളത്തോളിൻ്റെ കവിതകൾ വായിച്ചിട്ടുള്ള ഒരാളാണ്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഈ കലാമണ്ഡലം രൂപകൽപ്പന ചെയ്തെടുത്ത് സൃഷ്ടിച്ചെടുത്തത് അതെന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ തനത് കലകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ളത് മാത്രമല്ല, അഭ്യസനത്തിനും ആസ്വാദനത്തിനും ശിക്ഷണം വേണ്ട കലകൾ. ഇപ്പോൾ കഥകളി ഒരു ദിവസം പോയിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ആ കഥകളിയിലാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നു. സാഹിത്യം വരുന്നു, സംഗീതം വരുന്നു, നൃത്തം വരുന്നു, അഭിനയം വരുന്നു, പിന്നെ ഈ വർണ്ണങ്ങളുടെ പൊലിമ വരുന്നു, ഇതെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു കലാരൂപം. അതോടൊപ്പം അനുബന്ധ കലാരൂപങ്ങൾ, വിവിധ വാദ്യങ്ങൾ നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, വലിയ സംഗീത പ്രതിഭകൾ. തീർച്ചയായും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഹൈദരാലി, കലാമണ്ഡലം ഹൈദരാലി. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹത്തെ തേടി പിടിച്ച് ചെന്ന് ഞാൻ മുൻകൈ എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു വലിയ ആദരവ് എറണാകുളം സാഹിത്യ പരിഷത്ത് ഹാളിൽ വെച്ച് കൊടുക്കേണ്ട, അദ്ദേഹം മരിക്കുന്നതിനൊക്കെ മുൻപ്. കാരണം ഇദ്ദേഹത്തിൻ്റെ പാട്ട് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇവിടെ പോയി, ഞാനും എൻ്റെ സ്നേഹിതൻ ശ്രീ ഹനീഫും കൂടി അവിടെ പോയി അദ്ദേഹത്തെ കണ്ട്. അപ്പോൾ അങ്ങ് വരണം. പുള്ളിക്ക് ആദ്യമൊക്കെ ഇത് വലിയ വിസ്മയമായിരുന്നു, ആരാണ് എന്നെ എന്ന് കണ്ട്. ഒരു വലിയ വളരെ ഉചിതമായ രീതിയിലുള്ള ഒരു ആദരവ്, വലിയ പ്രതിഭകളായിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി, അഴീക്കോട് സാറിന് അടക്കമുള്ളവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ടാണ് അത് കൊടുത്തത്. അത് വലിയൊരു കണ്ടെത്തലാണ് സാർ. കാരണം അതല്ല അത് കാരണം ഒരു വലിയ ഞാൻ പറയണത് കലാമണ്ഡലം. രണ്ടാമത് വള്ളത്തോളിൻ്റെ ഒരു സംഗതി ഒന്ന് വാൽമീകി രാമായണത്തിൻ്റെ തർജ്ജമ ഗംഭീരമാണ്. പിന്നെ വേദങ്ങൾ തർജ്ജമ ചെയ്ത ആളാണ്. അനേകം വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കവിതയിലേക്ക് വരുമ്പോൾ എനിക്ക് അത്ര വലിയ പ്രാമുഖ്യം തോന്നിയിട്ടില്ല. പക്ഷേ ഈ കലാമണ്ഡലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വള്ളത്തോൾ എടുത്തേക്കണ ഒരു പ്രയത്നം, മുകുന്ദനുണ്ണി രാജരെടുത്തിച്ച് പോവുക, ഓരോ പ്രമാണിമാരുടെയും സ്ഥലങ്ങളിൽ പോവുക, അവിടെ നിന്നെല്ലാം പോയിട്ട് പണം തെണ്ടി മേടിക്കുക, ചിലർ കൊടുക്കാമെന്ന് പറയുക, ചിലർ കൊടുക്കില്ല എന്ന് പറയുക,
അപ്പം അങ്ങനെ തെണ്ടി പിടിച്ച് ഉണ്ടാക്കിയ പണം കൊണ്ട് പുള്ളി ഉണ്ടാക്കിയെടുത്തതാണത്. എരന്നുണ്ടാക്കിയതാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അത് അദ്ദേഹത്തിനാണെങ്കിൽ വലിയൊരു സങ്കല്പമുണ്ട്. കാരണം ഈ കേരളീയ കലാരൂപങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റേത് കലാരൂപങ്ങളെക്കാൾ ഒട്ടും താഴെയല്ല എന്ന് മാത്രമല്ല മികച്ചതാണ് എന്നുകൂടി വിശ്വാസം ഉണ്ടായിരുന്ന ഒരാൾ. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സ്വരൂപിച്ച് എടുത്തത്. അത് ക്രമേണ ഇപ്പോൾ ഈ കലാമണ്ഡലത്തിന് അത്രയാണ്. കലാമണ്ഡലം കൃഷ്ണൻ നായർ, ഗോപിയാശാൻ വരുന്നു, കലാമണ്ഡലം ചെണ്ടയിൽ കലാമണ്ഡലം കേശവൻ വരുന്നു, കലാമണ്ഡലം ഹൈദരാലി വരുന്നു, പിന്നെ അതുപോലെ മറ്റെത്രയോ ഗായകർ വന്നിരിക്കുന്നു. എത്ര പേര്, എത്രയോ, അത് വിവിധ കലകളല്ലേ വരുന്നത് അവിടെ. ഇതിലാണെങ്കിൽ ഈ ചുട്ടി കുത്തുന്നത് പോലും മികച്ച ഒരു കലാരൂപമാണ്. അതിനും ഡിഗ്രി ഉണ്ടല്ലോ അല്ലേ? അതിനും വേഷത്തിലുണ്ട്, ചുട്ടിക്കുണ്ട്, ചെണ്ടയിലുണ്ട്, ഇങ്ങനെ എല്ലാത്തിലും ഉണ്ടല്ലോ അവിടെ. ഇങ്ങനെ എല്ലാം വളർന്നു വന്ന ഒരു സ്ഥാപനമാണത്. തീർച്ചയായിട്ടും അതിനൊരു ഡീംഡ് ടു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റിയപ്പോൾ വളരെ സന്തോഷിച്ച ഒരാളാണ്. കാരണം ഈ കലകളൊക്കെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ശിക്ഷണത്തിന്, അതിൻ്റെ ആ ഡിസിപ്ലിൻ്റെ കൂടെ നിന്ന് വളരുകയും അങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു രീതി വരട്ടെ എന്ന് കരുതിയിട്ട് അതിൽ സന്തോഷിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ അത് ഈ അതിനുശേഷം അതിനകത്തൊരു നർത്തകിയെ തന്നെ കൊണ്ടുവന്ന് വെച്ച് ചാൻസലറായിട്ട്, VC ആയിട്ടല്ല, ചാൻസലറായിട്ടൊരു നർത്തകി. ഗവർണറോടുള്ള പോര് തീർത്ത് അത് ഗവർണറോടുള്ളൊരു, പക്ഷേ അത് തെറ്റാണത്. കാരണം കലാമണ്ഡലം പോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ ചാൻസലറായിട്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം. സ്റ്റേറ്റ് എത്രയോ കോടി രൂപയാണ് ഇപ്പം നമ്മുടെ ബജറ്റ്. നമ്മുടെ ക്ലാസിക് കലാരൂപങ്ങൾക്ക് വേണ്ടി ഇവർ എത്ര മുടക്കുന്നുണ്ട്? ക്ലാസിക് കലാരൂപങ്ങളല്ലേ. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയ അതിപ്രസരം കലാമണ്ഡലത്തിൻ്റെ ഭരണത്തിൽ വന്നതിനെ തുടർന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കലാമണ്ഡലത്തിന് മൊത്തത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ 3 ഇരട്ടിയാണ് അവിടുത്തെ സ്റ്റാഫ് സ്ട്രെങ്ത്. അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാഷ്ട്രീയ നിയമനം നടത്തിയതല്ലേ? ഡെയിലി വേഴ്സിന് ആളെ എടുത്ത് വെക്കുന്നു. അപ്പോൾ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതലുള്ളവരെയാണോ ഈ ആവശ്യത്തിൽ കൂടുതലുള്ളവരെയാണ് ഈ പിരിച്ചുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 2 കുറ്റാണ് ചെയ്തത്. അവർക്ക് ഇല്ലാത്ത പോസ്റ്റിൽ നിയമനം കൊടുക്കുകയും ജീവിതം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അവർ തന്നെ പിരിച്ചുവിടുകയും ചെയ്തു. അല്ല പിന്നെ അത് ടെമ്പററിയാണ്. കാരണം ഡെയിലി വേഴ്സാണ്, ഏത് സമയത്തും പിരിച്ചുവിടാം. അതിൻ്റെ പേരിലൊന്നും നിയമ നടപടികൾക്കൊന്നും സ്കോപ്പില്ല. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ വന്നു? സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ നിന്നല്ല, എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ട്. അതെങ്ങനെയാണ് സാർ? വലിയ ഫീസ് വാങ്ങുന്നില്ലേ മറ്റ് യൂണിവേഴ്സിറ്റികൾ? മറ്റ് യൂണിവേഴ്സിറ്റി ഫീസ് കിട്ടിയ ഫീസ് കൊണ്ട് മാത്രമേ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ഇവിടെ നോമിനല്ലേ ഫീസ്. നിങ്ങളൊരു സ്വാശ്രയ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എത്ര പണം വേണമെങ്കിലും കൊടുക്കും. ഒരു ഡിഗ്രി, ഇപ്പോൾ എൻ്റെ മകളൊരു ഡിഗ്രിക്ക് പഠിച്ച സമയത്ത്, ഇംഗ്ലീഷ് ഭാഷ സാഹിത്യം പഠിച്ച സമയത്ത് എൻജിനീയറിംഗ് കോളേജിൽ അതേ ഫീസ് തന്നെ ഇരുന്നു അതിനും ഉണ്ടായിരുന്നത്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഞാൻ ഫീസ് കൊടുത്ത കാരണം എനിക്കറിയാം. ഇവിടെ എൻജിനീയറിംഗ് കോളേജിൽ അന്ന് എത്രയാണോ അതേ ഫീസ് തന്നെ ഇരുന്ന് അവിടെയും ഉണ്ടായിരുന്നത്. കാരണം അതിനൊരു യുക്തിയുണ്ട്. കാരണം ഈ അധ്യാപകർക്ക്, മികച്ച അധ്യാപകർക്ക് ഒരേ രീതിയിലുള്ള ശമ്പളം കൊടുക്കണം. അത് വേണം. എൻജിനീയറിംഗ് കോളേജ് അധ്യാപകന് കൂടുതലും മറ്റവർക്ക് കുറവും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു എൻജിനീയറിംഗ് കോളേജിലുള്ള പോലെ തന്നെ ഉള്ള ഒരു ഫീസ് സ്ട്രക്ചർ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇവരുടെ ഭാഷയെ പറഞ്ഞാൽ ഇക്കണോമിക്ക് വയബിളാക്കാൻ പറ്റൂ. ആ ഇക്കണോമിക്കലി വയബിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കലാമണ്ഡലം പോലുള്ളൊരു കോഴ്സിൻ്റെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കിട്ടാവുന്ന വരുമാനത്തിന് പരിധിയില്ലേ? ഇപ്പോൾ അതിൻ്റെ ഒരു സ്ട്രീമിൻ്റെ ഒരു കുഴപ്പം, വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന പദവിയിൽ, ചാൻസലർ എന്ന ഉയർന്ന പദവിയിൽ ഇപ്പോൾ ഇരിക്കുന്നത് കലാകാരിയായ മല്ലിക സാരാഭായിയാണ്. സർക്കാരുമായിട്ടുള്ളൊരു ലിങ്ക് പിന്നെ എങ്ങനെയാണ്? അല്ല, സർക്കാരുമായിട്ട് ഇപ്പോൾ യാതൊരു ലിങ്കും ഇല്ല. ഇതിന് ഗവർണർക്ക് പകരം ഉള്ള പോസ്റ്റ്. അതെ, ഇപ്പം ലിങ്കില്ല. സർക്കാർ കാശ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ യാതൊരു ഏർപ്പാടും സർക്കാരിനില്ല. എങ്ങനെ പറ്റും? അതിൽ ഈ കലാകാരിയായ ഒരു അല്ല, അവർ കലാകാരിയാണോ അല്ലതിനെ കുറിച്ചല്ല പറയുന്നത്. അവർ ചാൻസലറാണ്. അല്ല, അവർക്ക് അഡ്മിനിസ്ട്രേഷനിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നാണ്. അല്ല, ചാൻസലർ അല്ല നിൽക്കുന്നത്. ചാൻസലർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വൈസ് ചാൻസലറാണ് അഡ്മിനിസ്ട്രേഷൻ. ഒരു യൂണിവേഴ്സിറ്റിയുടെ കിങ് പിൻ എന്ന് പറയുന്നത് VC ആണ്. ചാൻസലർ അല്ല, വൈസ് ചാൻസലറാണ്. പക്ഷേ ആ വൈസ് ചാൻസലർക്ക് ഇപ്പോൾ ഇത് ചാൻസലറാണ് വൈസ് ചാൻസലർ അപ്പോയിൻ്റ് ചെയ്യുന്നത്. പക്ഷേ
ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു സാംസ്കാരിക സ്ഥാപനത്തിന് കൊടുക്കുന്ന കാശ് ഇവർ കൊടുക്കുന്നുള്ളൂ. 7.8 കോടി മറ്റേ കൊടുക്കുന്നുള്ളൂ. ശരിക്കും 12 കോടി വേണം. അതിൻ്റെ ഷോർട്ടേജാണ്. അതിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അത് ഇവരോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? എങ്ങനെ ഉണ്ടാക്കും സർ? പിന്നെ വേറൊരു കാര്യമുണ്ട്. എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. അത് ശരിയുമല്ലല്ലോ. അത് ശരിയുമല്ല. പിന്നെ ഭരണകൂടത്തിന് എന്താ ഭരണം എന്ന നിലക്ക് കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങളുടെ ഒരു ആസ്ഥാനമായിട്ടുള്ള വള്ളത്തോളിനെ പോലുള്ള വള്ളത്തോളൊരു മഹാകാവ്യം പോലെ വിഭാവനം ചെയ്ത് കൊണ്ടുവന്ന ഈ കലാമണ്ഡലം, ആ കലാമണ്ഡലത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. തീർച്ചയായും. ആ സംസ്കാര സംരക്ഷണത്തിന് വേണ്ടി പോലും പണം കൊടുക്കാൻ ഗവൺമെൻറ്റിൽ കാശില്ലെന്നാണ് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭരിക്കാൻ വിട്ടുകൊടുത്താൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കും. സാറ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ 100-100-100-ലേറെ ജീവനക്കാരെ പിരിച്ചുവിട്ടാൽ പോലും കലാമണ്ഡലത്തിൻ്റെ പ്രതിസന്ധി തീരില്ല. പ്രതിസന്ധി തീരില്ല. കാരണം അപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഇവരെയൊക്കെ പിരിച്ചുവിടാൻ ഗവൺമെൻറ് ആയിരിക്കും ഇവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കണം. രജിസ്ട്രാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കാണും ഇവരെയൊക്കെ പിരിച്ചുവിടാൻ പറയും. രജിസ്ട്രാർ ഇൻസ്ട്രക്ഷൻ പാലിച്ചു. കാരണം അല്ലെങ്കിൽ മറ്റേ ഗ്രാൻഡ് കളയും. ഗ്രാൻഡ് കളത്തെ പിന്നെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ സാറിൻ്റെ നിർദ്ദേശം എന്താണ് സാർ? അല്ല, ഇതിനെ ഈ കലാമണ്ഡലം പോലുള്ളൊരു സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് എത്ര വരുമോ അതിൽ നിന്ന് അവർക്ക് ഉണ്ടാക്കാവുന്ന പണത്തിന് പരിമിതികളുണ്ട്. ആ പരിമിതി കഴിഞ്ഞാൽ ബാക്കി പണം മുഴുവനും ഗവൺമെൻറ് തന്നെ കൊടുക്കണം. പ്ലാൻ ഫണ്ടായിട്ട് തന്നെ നീക്കി വെക്കണം. പ്ലാൻ ഫണ്ടായിട്ട് നീക്കി ചെയ്തിട്ട് ബജറ്റിൽ ഉൾപ്പെടുത്തി നീക്കി വെച്ചിട്ട് ഗവൺമെൻറ് കൊടുക്കണം. എന്ത് വില കൊടുത്തും കലാമണ്ഡലത്തെ രക്ഷിക്കാൻ, കലാമണ്ഡലത്തെ സംരക്ഷിക്കുക തന്നെ വേണം. കാരണം അത് നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെയും നമ്മുടെ ഒരു ഇതിൻ്റെയൊക്കെ ഭാഗമല്ലേ. അതെ തീർച്ചയായിട്ടും. അഡ്മിനിസ്ട്രേഷനിലെ പിടിപ്പുകേടുകൾ അല്ലെങ്കിൽ അതിൻ്റെ വഴിക്ക് പരിഹരിക്കട്ടെ. പക്ഷേ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ആദ്യത്തെ. അത് കാരണം ആ സ്ഥാപനം അതുപോലെ നിലനിൽക്കേണ്ടത്, അതിൻ്റെ ഗുണമേന്മയോട് കൂടി നിലനിർത്തേണ്ടതിൻ്റെ ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. തീർച്ചയായിട്ടും. അത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ. സാറിനെ പോലുള്ള വളരെ ഈ മേഖലയിൽ പറയേണ്ട ഒരാൾ പറഞ്ഞ അഭിപ്രായം ഗവൺമെൻറ് ചോദിക്കൊള്ളട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം. കലാമണ്ഡലം അധികാരികളും അത് കേൾക്കട്ടെ. നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.